നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷയിൽ നാളെയാണ് വാദം നടക്കുക. പൾസർ സുനി മുതലുള്ള 6 പ്രതികളുടെ ശിക്ഷയിലാണ് നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വാദം. നാടും സർക്കാരും അതിജീവിതയ്ക്കൊപ്പം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. 6 പേർ കുറ്റക്കാരെന്നും ഗൂഢാലോചന, കൂട്ടബലാത്സംഗം ഉൾപ്പെടെ 12 വകുപ്പുകളും പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്നും വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷയിൽ നാളെ വാദം കേൾക്കും. പ്രതികളുടെ ശിക്ഷയും ഹണിയം വർഗീസിന്റെ ബെഞ്ച് വിധിച്ചേക്കും. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുക. അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരും ഉള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. KPCC പ്രസിഡന്റ് ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDF ഇല്ല, കോൺഗ്രസും ഇല്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കോടതിയെല്ലാം ശരിയായി മനസ്സിലാക്കിയെന്ന് വിധിയിൽ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയ കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത്? ഈ പെൺകുട്ടിയുടെ നേരെ നടക്കാൻ പാടില്ലാത്ത സംഭവം അത് നടന്നിരിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും ഭയാനകമായ കാര്യം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് നടൻ ടൊവിനോ തോമസ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്നിട്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ദിലീപ് സിനിമാ സംഘടനകളിലേക്ക് വരുന്ന കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പ്രതികരണം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.